ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ക്രിയേറ്റേഴ്സിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ യൂട്യൂബിൽ ഒരുപാട് ചാനലുകളെല്ലാം ഉണ്ടായിട്ടുണ്ടാകും. അത്തരത്തിൽ ചില മിസ്റ്റേക്കുകളുടെ ഭാഗമായെല്ലാം ഈ ഒരു ചാനലെല്ലാം ടെർമിനേറ്റ് ആയി പോയിട്ടുമുണ്ടാകും. ഇങ്ങനെ ടെർമിനേറ്റ് ആയാലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അവർക്ക് പിന്നീട് യൂട്യൂബിൽ ഒരു പുതിയ ചാനലൊന്നും തുടങ്ങുന്നതിനുള്ള പെർമിഷനൊന്നും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇത് വളരെയധികം വിഷമം പിടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ചില മിസ്റ്റേക്കുകൾ നമ്മൾ അറിയാതെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഒരു ചാനൽ നഷ്ടപ്പെടുന്നു. എന്നാൽ നമുക്ക് മറ്റു ചാനലുകളൊന്നും തുടങ്ങാനും സാധിക്കില്ല. ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമെല്ലാമായിരിക്കും നമുക്കൊരു ചാനലെല്ലാം തുടങ്ങി അതിൽ നിന്നും റവന്യൂ എല്ലാം വരുന്നത്. അതിനിടയിലാണ് ഈ ഒരു പ്രശ്നമെല്ലാം വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും പറയുന്ന ഒരു സന്തോഷ വാർത്ത എന്തെന്നാൽ ഇത്തരത്തിലുള്ളവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് എല്ലാം നൽകുകയാണ്. അതായത് നേരത്തെ ചാനൽ ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അവർക്കൊരു സെക്കൻഡ് ചാൻസ് എല്ലാം നൽകാൻ യൂട്യൂബ് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇത് തീർച്ചയായും ഒരുപാട് ചാനലുകൾക്കെല്ലാം ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ക്രിയേറ്റേഴ്സിനെല്ലാം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യൂട്യൂബ് എന്താണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എല്ലാ ക്രിയേറ്റേഴ്സിനും ഇത്തരത്തിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുമോ എന്നാണ് പലർക്കും അറിയേണ്ടത്. എന്നാൽ ഇങ്ങനെയല്ല. നേരത്തെ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഈ ഒരു ടെർമിനേഷൻ എല്ലാം തന്നെ ഏത് തരത്തിലുള്ളതാണ് എന്ന് നോക്കി വലിയ മിസ്റ്റേക്കുകളെല്ലാം ചെയ്തിട്ടുള്ളവരെല്ലാം ആണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഈ ഒരു സെക്കൻഡ് ചാൻസിനുള്ള അർഹതയെല്ലാം ലഭിക്കാനുള്ള ചാൻസ് എല്ലാം കുറവാണ്. എന്നാൽ നിങ്ങളുടേത് വലിയ ഇഷ്യൂസ് ഒന്നും അല്ലാതെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടെല്ലാം തന്നെ ചാനൽ ടെർമിനേറ്റ് ആയി പോയവരെല്ലാം ഉണ്ടാകും. അതായത് കുറേ അധികം പ്രശ്നങ്ങൾ കൊണ്ട്, ചെറുതായി അറിയാത്ത കുറേ കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പുതിയ പോളിസിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് കൊണ്ട് ഇങ്ങനെയെല്ലാം പല ആളുകളുടെയും ചാനലെല്ലാം ടെർമിനേറ്റ് ആയിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വന്നിരിക്കുന്നവർക്ക് തീർച്ചയായും ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് അവർക്ക് വീണ്ടും ഇതിനുള്ള ഒരു അവസരമെല്ലാം ലഭിക്കും. അതായത് ഒരു പുതിയ ചാനൽ തുടങ്ങാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചാനൽ നമുക്ക് റിക്കവർ ചെയ്യുക എന്നതല്ല ഇവിടെ വരുന്നത്. നിങ്ങൾക്കൊരു പുതിയ ചാനൽ തുടങ്ങുന്നതിനുള്ള ഒരു പെർമിഷൻ എല്ലാം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. ഇത്തരത്തിൽ അവർ അത് പെർമിഷൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിക്വസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്തതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഒരു ചാനൽ തുടങ്ങാനുള്ള ഒരു പെർമിഷൻ എല്ലാമാണ് ലഭിക്കുക. ഇനി ഇത് എങ്ങനെയാണ് വർക്കാവുക എന്ന് നോക്കാം. നിങ്ങൾ ഒരു എലിജിബിൾ ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് 2-3 ആഴ്ചയ്ക്ക് ശേഷമെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിൽ, അതായത് ടെർമിനേറ്റ് ആയ ചാനലിൽ അത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഈ ഒരു റിക്വസ്റ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. അതായത് നിങ്ങൾക്കൊരു അനദർ ചാനൽ തുടങ്ങാനുള്ള റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ലഭിക്കുക. ഈ ഒരു റിക്വസ്റ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം യൂട്യൂബ് ഇത് വെരിഫൈ ചെയ്യുകയും നിങ്ങൾക്ക് എലിജിബിലിറ്റി എല്ലാം ഉണ്ടെങ്കിൽ യൂട്യൂബ് ആക്സെപ്റ്റ് ചെയ്യുകയും അതുപ്രകാരം നിങ്ങൾക്ക് പുതിയ ഒരു ചാനൽ എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ എല്ലാം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ചാനലിലുള്ള അതേ കണ്ടന്റ് ഒന്നും നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ നിന്നും റിക്കവർ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ബാക്കപ്പ് എല്ലാം ഉണ്ട്. അതെല്ലാം തന്നെ പോളിസി പ്രകാരമുള്ള കണ്ടന്റ് എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ചാനലെല്ലാം തുടങ്ങി അതിലേക്ക് അപ്ലോഡ് ചെയ്യാനെല്ലാം സാധിക്കും. എന്തായാലും ഈ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. കാരണം നമ്മൾ അറിയാതെ പറ്റിയ ചില മിസ്റ്റേക്കുകൾ കൊണ്ടെല്ലാം തന്നെ അവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ചാനൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണിത്. അതുപോലെ ഇനിയെങ്കിലും നിങ്ങൾ പുതുതായി ഇതുപോലെ ചാനലെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ പുതിയ പോളിസി ചേഞ്ചസ് എല്ലാം വരുന്നതിനെക്കുറിച്ചെല്ലാം തീർച്ചയായും നിങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ചെല്ലാം വീഡിയോസ് ചെയ്യുക. ഒരിക്കലും നേരത്തെ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ പോളിസി ബ്രീച്ചസ് ഒന്നും വരാതെ തന്നെ വീഡിയോസ് എല്ലാം ചെയ്യാൻ ഇങ്ങനെ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുള്ളവർ അവർ തീർച്ചയായും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള യൂട്യൂബ് റിലേറ്റഡായ പുതിയ പുതിയ അപ്ഡേറ്റ്, അതുപോലെ പോളിസി ചേഞ്ചസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്